കാലഘട്ടങ്ങളിൽ ഇറങ്ങി ഹിറ്റടിച്ച പടങ്ങളിൽ ഏറ്റവും കിടിലൻ ഡയറക്ഷൻ നടന്ന പടമാണ് പറവ. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. കാരണം പറവ കാണുന്നതിന് മുന്നേ ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ നമ്മൾ ഒരിക്കലും ഇന്ന് കാണുന്ന പറവ പോലെ ആയിരിക്കില്ല ഇമാജിൻ ചെയ്യുന്നത്. എക്സ്ട്രീം ക്ലോസപ്പുകളും സ്ലോ മോഷനും ഒക്കെ പ്രോപ്പർ ഇടങ്ങളിൽ പ്ലേസ് ചെയ്ത് വായിച്ചാൽ കിട്ടുന്ന എക്സ്പീരിയൻസിനേക്കാൾ മേലെയാണ് സൗബിൻ ഇത് ചെയ്തു വെച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ മൈഡിയർ കുട്ടിച്ചതൻ ഡയറക്ടർ ജിജോ പൊന്നൂസിലെ പുള്ളിക്ക് ശേഷം ഒരു പിടിയും തരാത്ത ഡയറക്ടറാണ് സൗബിൻ. സത്യത്തിൽ പുതിയ അനുഭവങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ട് മലയാള സിനിമയുടെ പേര് വാനോളം ഉയർത്താൻ കഴിവുള്ള ഡയറക്ടേഴ്സാണ് ഇവരൊക്കെ. പക്ഷേ പടങ്ങളൊന്നും എടുക്കുന്നതേ ഇല്ല, എന്താണാവോ എന്തോ. പിന്നെ അതൊക്കെ അവരവരുടെ ഇഷ്ടം, ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ റെക്സ് വിജയൻ അടക്കം ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ മുൻപേ തന്നെ അവരുടെ ടാലന്റ് ലെവൽ പ്രൂവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് സൗബിൻ എന്ന ഡയറക്ടർ, ലിറ്റിൽ സ്വയംബ്, പിന്നെ നമ്മുടെ ഷെയ്ൻ നിഗം, ഇവർ 3 പേരുടെയും ടാലന്റ് കൊണ്ട് എന്നെ ഞെട്ടിച്ച ഒരു പടം കൂടിയാണ് പറവ. സൗബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ലിറ്റിൽ സ്വയംബ്, അയാളുടെ ഈ പടത്തിലെ സിനിമോട്ടോഗ്രാഫി ആ ടൈമിൽ ഏറ്റവും ബെസ്റ്റ് വർക്കായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പടത്തിൽ ഇയാളുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇയാളുടെ വർക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൂടെയും വരത്തിനും ഒക്കെ കണ്ടത്. പുള്ളിയൊന്നും മലയാള സിനിമയിൽ വർക്ക് ചെയ്യാതെ അമേരിക്കയിൽ പോയി പണിയെടുക്കുന്നതൊക്കെ കൊണ്ട് നഷ്ടം നമുക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരവരുടെ ഇഷ്ടം. പിന്നെ നാട്ടിൽ വേറെ ഒരുപാട് ടാലന്റ് ഉള്ള പിള്ളേരൊക്കെ ഉണ്ട് പണിയെടുക്കാൻ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വണ്ടറടിച്ചത് ഷെയ്ൻ നിഗത്തിന്റെ നാച്ചുറൽ പെർഫോമൻസ് കണ്ടിട്ടാണ്. ഞാൻ ആദ്യമായി ഷെയ്നെ കാണുന്നത് ഈ പടത്തിലാണ്. ഈ സീൻ കണ്ടു കഴിഞ്ഞ് ഞാൻ വണ്ടറടിച്ചിരുന്നു പോയി. 25 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരുപാട് ആളുകളുടെ ഗംഭീര പെർഫോമൻസ് കണ്ടിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ. പക്ഷേ നാച്ചുറൽ ആക്ടിങ്ങിന്റെ ഈ ഒരു പീക്ക് 25 വയസ്സിന് താഴെയുള്ള വേറെ ഒരു നടനിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ സീൻ മാത്രമല്ല, എടുത്തു പറയാൻ വേറെ ഒരുപാട് സീൻസ് ഉണ്ട് ഷെയ്ൻ്റെ. അതിൽ വേറൊരു ഫേവറേറ്റ് സീനാണ് ഷെയ്നും ഷൈനും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞിട്ട് തല്ലുണ്ടാക്കാൻ പോകുന്ന രംഗം. അവർക്ക് രണ്ടുപേർക്കും പുറമെ ദുൽഖറും കൂടെ വന്നിട്ട് തകർത്ത് അഭിനയിച്ച ഒരു രംഗമായിരുന്നു അത്. ചുരുക്കം പറഞ്ഞാൽ പറവയൊക്കെ മലയാള സിനിമയുടെ ഒരു ജെം ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ മേഖലയിലും ബെസ്റ്റ് വർക്കായിരുന്നു പടം. എന്താണ് പറവയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം?